ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്. ചിന്തയ്ക്ക് 4 ശാഖകളുണ്ട്. നന്മയും തിന്മയും ജീവനും മരണവും. നന്മയും തിന്മയും ജീവനും മരണവും എന്ന് പറഞ്ഞേ. ചിന്തയ്ക്ക് 4 ശാഖകളുണ്ട്. നന്മ, തിന്മ. നന്മയിലേക്ക് ചിന്തിക്കാം, തിന്മയിലേക്ക് ചിന്തിക്കാം. ജീവനിലേക്ക് ചിന്തിക്കാം, മരണത്തിലേക്ക് ചിന്തിക്കാം. നമ്മുടെ ചിന്തകൾ എങ്ങനെ നയിക്കപ്പെടുന്നു അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വിജയവും തോൽവിയും പരാജയവും നഷ്ടങ്ങളും എല്ലാം സംഭവിക്കുന്നത്. ഹല്ലേലൂയാ. നമ്മുടെ ചിന്തയെ നമ്മൾ ഏതു വഴിക്ക് നയിക്കണം? ജീവനിലേക്ക്, നന്മയിലേക്ക് നയിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് വചനത്തിന് അനുസരിച്ചായിരിക്കണം. ദൈവകൽപ്പനകൾക്കൊരിക്കലും വിരുദ്ധമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ, തിന്മയിലേക്ക് ചിന്തിച്ചാൽ, മരണത്തിലേക്ക് ചിന്തിച്ചാൽ അത് നമ്മുടെ നാശത്തിന്, തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. നമ്മുടെ ചിന്തകളാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയാ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനസ്സിൽ പരാജയത്തിൻ്റെ, തോൽവിയുടെ, നഷ്ടത്തിൻ്റെ, അഭിവൃദ്ധി ഇല്ലായ്മയുടെയൊക്കെ ചിന്തയുണ്ട്. ഞാൻ രക്ഷപ്പെടത്തില്ല, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. എത്ര ബിസിനസ് ചെയ്തു. ചിലവെന്ന് പറയാറുണ്ട്, ബ്രദറെ എത്ര ബിസിനസ് ചെയ്യുന്നറിയാവും, എല്ലാം പരാജയപ്പെട്ടു പോയി, കടബാധ്യ മാത്രമേ വെച്ചുള്ളൂ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ മനുഷ്യൻ പറയുക, ഞാൻ എന്നാ ചെയ്താലും വിജയിക്കത്തില്ല. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്ന വലിയൊരു ചിന്തയാ, ഞാൻ എന്തു ചെയ്താലും വിജയിക്കത്തില്ല. ഉണ്ടോ? അതൊരു നെഗറ്റീവ് ചിന്തയാണ്. അത് നാശത്തിലേക്ക് നയിക്കുന്ന ചിന്തയാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയാലും നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാ? യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ വിജയം വരിക്കുമെന്ന് ചിന്തിക്കണം. അങ്ങനെ നമ്മൾ പറയണം. ഹല്ലേലൂയാ. നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഞാൻ എന്തു ചെയ്താലും ശരിയാവത്തില്ല, ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങിപ്പെട്ടാലും ശരിയാവത്തില്ല എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. ചില മാതാപിതാക്കളുടെ തെറ്റായ ഒരു നടപടിയാണ്. മക്കൾ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയും, ഓ നീ ചെയ്താൽ ശരിയാവത്തില്ല, അത് ചെയ്താൽ നീ ചെയ്താൽ ശരിയാവത്തില്ല. ഒരിക്കലും പറയാനായിട്ട് പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ അത് പറഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്നറിയോ? ഒരു അപ്പനോ അമ്മയോ ഒരു മകൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നീ അത് ചെയ്താൽ ശരിയാവാൻ പോകുന്നില്ല, അല്ല ആ ബിസിനസ് ഇറങ്ങിയാൽ അല്ല ഇന്ന നീ ചെയ്താൽ ശരിയാവത്തില്ല. നിങ്ങൾ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള വാക്കാണ്. നിങ്ങളുടെ വായിലൂടെ പോകുന്നത് നെഗറ്റീവ് വാക്കാണ്. അതിന് പ്രശ്നം എന്താണെന്നറിയാമോ? അതിന് പ്രശ്നമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വചനം. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആരാണ് ഈ ദുഷ്ടൻ? പിശാച്. അവൻ നമ്മുടെ ഉള്ളിലുള്ള തിന്മയുടെ അരൂപി, തിന്മയുടെ ആത്മാവാണ് സംസാരിക്കുന്നത്. അത് ശരിയാവത്തില്ല, അതിലിറങ്ങിത്തിരിച്ചാൽ അത് ശരിയാവാൻ പോകുന്നില്ല, നീ പരീക്ഷയിൽ ജയിക്കത്തില്ല, നീ മണ്ടനാണ്, നിന്റെ തലമണ്ടയിൽ പിണ്ണാക്കാണ് എന്നൊക്കെ മക്കളെയൊക്കെ ശപിച്ചോടുത്ത് പറയാറുണ്ട്, ഇല്ലേ? ഇനി സ്വയം നമ്മൾ പറയാറുണ്ട്, ഞാനിത് ചെയ്താൽ ശരിയാവത്തില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ ശരീരം, നമ്മുടെ തലച്ചോറ്, നമ്മൾ ആകമാനം അങ്ങനെ ആയിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നടക്കും, യേശു നടത്തി തരും. കടബാധ്യത യേശു മാറ്റിത്തരും. ജോലിയില്ല, യേശു ജോലി തരും. പരീക്ഷയിൽ യേശു വിജയം നൽകും. യേശു എൻ്റെ കൂടെയുണ്ട്. എപ്പോഴും അങ്ങനെ ചിന്തിക്കണം. നിങ്ങൾ പറയണം, ഒരു വഴിയും ഇല്ലാത്തപ്പോൾ നിങ്ങളിന്ന് പറയണം, നമ്മുടെ മുമ്പിൽ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ട അവസ്ഥയായി, ഒരു മാർഗവുമില്ല മുൻപിൽ. അപ്പോൾ നിങ്ങളെന്ത് പറയും? എല്ലാ വഴിയും അടഞ്ഞു, ഇനി ഒരു മാർഗവുമില്ല, എന്ത് ചെയ്യാനാ? തീർന്നു. നിരാശയായി, സങ്കടമായി, നമ്മൾ മനസ്സ് തളർന്നു പോവുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാം. അങ്ങനെ ഒരവസ്ഥയിൽ നമ്മൾ നിന്നാൽ നമ്മളിങ്ങനെ പറയണം, യേശുവിന് വഴികളുണ്ട്,
എൻ്റെ ബുദ്ധിയില്, എൻ്റെ കഴിവില്, എൻ്റെ ചിന്തകളില് വഴികളില്ല. എൻ്റെ മുൻപില് മാർഗമൊന്നുമില്ല. ദൈവത്തോട് പറയാം നമുക്ക്, ദൈവമേ, എൻ്റെ ബുദ്ധിയിലും കഴിവിലും ഒരു മാർഗങ്ങളും എൻ്റെ മുൻപില്ല. നീ എനിക്ക് വേണ്ടി വഴി തുറക്കണം, നീ എന്നെ സഹായിക്കണം. യെശയ്യാ 22:22 ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും. അവൻ തുറന്നാൽ പിന്നെ ആരും അടക്കത്തില്ല, അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവൻ ഒരു വഴി തുറന്നാൽ, യേശു നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ ആ വഴി അടയ്ക്കാൻ ആർക്കും പറ്റില്ല. യേശു നിനക്ക് മുൻപിൽ ഒരു വഴി അടച്ചാൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്കും ആ വഴി തുറക്കാനും പറ്റില്ല. അടഞ്ഞ വഴികൾ നിനക്ക് മുൻപിൽ, അടയ്ക്കപ്പെട്ട സകല വഴികളും യേശു ക്രിസ്തു തുറക്കുന്നവനാ. യേശുവേ നന്ദി. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും കഴിവിലും അപ്പുറം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കും. എല്ലാ വഴികളും അടഞ്ഞാൽ യേശു വഴി തുറക്കുമോ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, എല്ലാ വഴി അടഞ്ഞാൽ യേശു നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 7-8 തിരുവചനങ്ങൾ. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനുമായവൻ പറയുന്നു, ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം ഒരു വാതിൽ നിനക്ക് മുൻപിൽ ഞാൻ തുറന്നിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കൺവെൻഷനിൽ ഇന്ന് നിന്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട സകല വഴികളും സകല വാതിലുകളും കർത്താവ് തുറക്കാനായിട്ട് പോകുക. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു സകല വാതിലുകളും സകല വഴികളും നിനക്ക് മുൻപിൽ തുറക്കാനായിട്ട് പോകുക. ഹല്ലേലൂയാ. കരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. അത്തരം തുറന്ന് വിളിക്കട്ടെ. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. അടഞ്ഞ വഴികളും വാതിലുകളും യേശു നമുക്കിത് വേണ്ടി തുറക്കാനായിട്ട് പോകുക. ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം യേശു എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരും. എന്ന് പറഞ്ഞ്, ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം ഒരു വാതിൽ യേശു എനിക്ക് വേണ്ടി തുറന്നു തരും. സങ്കീർത്തനം 147:10 പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്ന 2 കാര്യങ്ങൾ. പടക്കുതിരയുടെ ബലത്തിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല. പടക്കുതിരയുടെ ബലം, പടക്കുതിരയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതിൻ്റെ ബലത്തിൽ, അതിൻ്റെ ശീഘ്രതയിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. അത് നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയോ നമ്മുടെ മിടുക്കോ അല്ല പ്രധാനം, പിന്നെയോ ദൈവത്തിൻ്റെ കരുണയാണ്. അടുത്ത വചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഉണ്ടോ? കർത്താവിനെ ഭയപ്പെടുന്നവർ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവ് ആരിലാണ് പ്രസാദിക്കുന്നത്? കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അത് നമുക്ക് വരട്ടെ, തകർച്ചയോ പരാജയമോ നഷ്ടമോ തോൽവിയോ ഒക്കെ ജീവിതത്തിൽ വരും, ഉറപ്പാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം കഷ്ടപ്പാടും രോഗങ്ങളും തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ നഷ്ടത്തിലേക്ക് നോക്കി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാവോ? പാടില്ല. ആ നഷ്ടത്തിലേക്കോ തകർച്ചയിലോ നോക്കി നിന്ന് കരയാൻ വരട്ടെ. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക, അവനിൽ പ്രത്യാശ വയ്ക്കുക, അവനിൽ ആശ്രയിക്കുക. അവൻ നിന്നെ കൈപിടിച്ചുയർത്തും. ഏത് പടുകുഴിയിൽ നിന്നും ഏത് തോൽവിയിൽ നിന്നും കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും. ഹല്ലേലൂയ.
വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ വീഴ്ത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. വിശ്വാസത്തോടെ ശക്തിയോടെ സ്വരമുയർത്തി സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. യേശുവേ 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 യേശുവേ. എല്ലാ ജീവിത അവസ്ഥകളും സമർപ്പിച്ച് വിളിക്കട്ടെ. യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നിരാശയുടെ ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്ന് കളയണം. നമ്മളെ തോൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഹല്ലേലൂയ. 1 ഏറ്റു പറയാമോ? നിരാശ, ദുഃഖം, ഭയം, ഉത്കണ്ഠ, കുറ്റബോധം. ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ തോൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട നെഗറ്റീവ് ചിന്തകൾ. ഈ 5 കാര്യങ്ങൾ. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിരാശയുമായിട്ട് നടക്കാൻ പാടില്ല. ഈ നിരാശ നിന്റെ ജീവിതത്തെ തകർത്തുകളയും. നിരാശപ്പെടുത്തുന്ന ഏത് വിഷയമുണ്ടായാലും നീ നിരാശപ്പെടാൻ പാടില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം പ്രത്യാശയോടെ. അവൻ നമുക്ക് വേണ്ടി ഇടപെടും. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. നീ അമിതമായിട്ട് ദുഃഖിക്കരുത്. നിന്റെ മനസ്സിനെ നീ പീഡിപ്പിക്കരുത്. നീ നിന്നെ തന്നെ പീഡിപ്പിക്കരുത്. ഈ ദുഃഖവും കുറ്റബോധവും നിരാശയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, നീ അമിതമായിട്ട് ദുഃഖിക്കരുത്. അമിതമായ ദുഃഖം നിന്നെ രോഗിയാക്കും. അമിതമായ ദുഃഖം നിന്റെ മനസ്സിനെ തളർത്തിക്കളയും. അമിതമായ ദുഃഖം ശരിക്കും നമ്മുടെ ചിന്താശേഷി പോലും തകർത്തു കളയുന്ന ഒരു മേഖലയാണ് അമിതമായ ദുഃഖം. കഠിനമായ ദുഃഖം മനുഷ്യൻ്റെ ജീവിതത്തിൽ തകർച്ച, മരണങ്ങൾ, ദുഃഖങ്ങൾ, കടബാധകൾ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ നിരാശപ്പെട്ടും ദുഃഖിച്ചും ജീവിക്കാൻ പാടില്ല. മനഃപൂർവ്വം ദുഃഖത്താൽ, നിരാശയാൽ, കുറ്റബോധത്താൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പീഡിപ്പിക്കരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുക, ഹൃദയത്തെ ആശ്വസിപ്പിക്കുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുക. പ്രഭാഷകൻ 30:23 കരമിറ്റി പിടിച്ച് പറഞ്ഞ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം അടുത്തുള്ള ഒരു കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്താണ്. ആ മകന് കോട്ടയത്ത് ഒരു ബിസിനസ്സായിരുന്നു. ബിസിനസ് തകർന്നു, ഭാരിച്ച കടബാധ്യതയെല്ലാം തകർന്നു, വീടും സ്ഥലവും എല്ലാം ജപ്തിയായി. അദ്ദേഹത്തിന് ഭാര്യ, 3 പെൺമക്കൾ. മൂത്ത കുട്ടി സ്കൂളിൽ പഠിക്കുന്നു, മറ്റു കുട്ടികൾക്ക് ഇളയ കുട്ടികൾ, 3 പെൺമക്കൾ. നല്ല സാമ്പത്തിക നിലയിൽ നന്നായിട്ട് ജീവിച്ച കുടുംബമാണ്. ബിസിനസ്സിൻ്റെ ആവശ്യത്തിനുണ്ട് എന്തോ പണം പലിശക്കെടുത്തോ എങ്ങനെയൊക്കെയോ ബിസിനസ്സിലെ തോൽവി വന്നു, തകർച്ച വന്നു, ബിസിനസ്സെല്ലാം പൊട്ടി, കടയിലെല്ലാം നിന്നുപോയി. അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായി. അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ല. അതിൻ്റെ കൂടെ വീട് ജപ്തി നടപടിക്ക് ബാങ്കുകാർ നോട്ടീസും പതിപ്പിച്ചു. അന്നേരമാണ് അതിനെ ആ വ്യക്തിയെ തകർക്കുന്ന മറ്റൊരു സംഭവം കൂടി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബ്രസ്റ്റിലെ ക്യാൻസർ. മനസ്സുകൊണ്ട് ആകെ തകർന്ന മനുഷ്യൻ. കടബാധ്യത ഒരു വശത്ത്, വീടിൻ്റെ ജപ്തി ഒരു വശത്ത്, ഭാര്യയുടെ ബ്രസ്റ്റിൽ ക്യാൻസറും ബാധിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അതിനുപോലും പൈസ അല്ല, വലിയ തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്. ആ കുടുംബം ഒരു ധ്യാനത്തിന് പങ്കെടുത്തു. ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. അവിടെയുള്ള ഏതാനും കരിസ്മാറ്റിക് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികൾ ആ വീടിൻ്റെ കഷ്ടത അറിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ആ കുടുംബത്തോട് പറഞ്ഞു, ഞങ്ങൾ കുറേ ദിവസം അടുപ്പിച്ച് ഈ വീട്ടിൽ വരും. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വന്ന് കൊന്തയൊക്കെ ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വരുന്ന തടസ്സമില്ലുണ്ട്. ആ വീട്ടുകാരെ പറഞ്ഞ് നിങ്ങൾ പോരാൻ പറഞ്ഞു. അങ്ങനെ അവർ 5-8 പേര് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അവർ ആ വീട്ടിൽ ചെന്നു. അവർ ജപമാല ചൊല്ലി
അങ്ങനെ ശക്തമായിട്ട് സ്തുതിച്ചു, വചനമൊക്കെ വായിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. കാരണം തകർന്ന അവസ്ഥയിലാണ് കുടുംബം, മൊത്തം പോയി, വീടും ജപ്തി ചെയ്യാൻ പോവാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവം ഒരു ഇടപെടൽ നടത്തുകയാണ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം കൊടുക്കുകയാണ്. ആ സന്ദേശം ഇപ്രകാരമാണ്: ഈ വീട് ജപ്തി ചെയ്ത് പോകത്തില്ല. ഹല്ലേലൂയ. ഈ വീട് ജപ്തി ചെയ്ത് പോകത്തില്ല. ഈ മനുഷ്യന് വീട്ടാൻ ഒരു മാർഗവുമില്ല. ഭാരിച്ച 10-75 ലക്ഷം രൂപ കടബാധ്യതയിലാണ്. വീട് പോകും. ഈ മനുഷ്യൻ്റെ മുമ്പിൽ 1000 രൂപ പോലും ഇല്ല. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യയെ ആശുപത്രി കൊണ്ടുപോകാനുള്ള പൈസ ഇല്ല, കടം മേടിച്ചാണ്. വീട്ടിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, മറ്റു കാര്യം ഒന്നിനും പൈസ ഇല്ല. അതുപോലെ തകർന്നുപോയി. സാമ്പത്തികമായിട്ട് തകർന്നപ്പോൾ ബന്ധുക്കൾ അകന്നുപോയി, സ്നേഹിതരെ അകന്നുപോയി. അങ്ങനെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു മനുഷ്യൻ. പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡറിന് കർത്താവ് മെസ്സേജ് കൊടുക്കുകയാണ്: ഈ വീട് ജപ്തി ചെയ്ത് പോവത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിതങ്ങ് വിശ്വസിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥന നടക്കുക. അങ്ങനെ പ്രാർത്ഥനയായിട്ട് അങ്ങനെ പോയി. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പെങ്ങൾ, അപ്പൻ മരിച്ചുപോയി, അപ്പൻ്റെ പെങ്ങള്, അവരെ കുടുംബം അമേരിക്കയിലാണ്. അപ്പം ഇവരെ ഫോണിൽ വിളിച്ചു. അപ്പോൾ എങ്ങനെയോ ഇവരുടെ കഷ്ടത പ്രയാസമൊക്കെ അവർ എങ്ങനെയോ അറിഞ്ഞു. അങ്ങനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിവരമൊക്കെ അറിഞ്ഞു. എന്നിട്ട് അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. അതിൻ്റെ അടുത്ത ആഴ്ചയിൽ അപ്പൻ്റെ പെങ്ങളും ഭർത്താവിടെ നാട്ടിൽ വന്ന് ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഈ മകനെയും കൂട്ടി നേരെ ബാങ്കിലേക്ക് പോയിട്ട് ബാങ്ക് ലോണ് മൊത്തം 10-7 ലക്ഷം രൂപയ്ക്ക് മേലിലുണ്ട്. എല്ലാം കണക്കെടുത്തു. എന്നിട്ട് അപ്പൻ്റെ പെങ്ങളുടെ കുടുംബം, അപ്പൻ്റെ പെങ്ങളുടെ കുടുംബം ആ ബാങ്ക് ലോൺ മൊത്തം അടച്ച് കടം അങ്ങോട്ട് വീട്ടി. ഈ കൈയടി പോരാ കേട്ടോ, കർത്താവിന് നല്ല കൈയടി കൊടുത്തേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇടപെടുക. സകല പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം അവരുടെ ജീവിതത്തിലേക്ക് വരിക. കടബാധ്യം മൊത്തം തീർന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡറോട് പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? ഈ വീട് ജപ്തി ചെയ്ത് പോവത്തില്ലെന്ന കർത്താവ് കൊടുത്ത മെസ്സേജ്. ഇനിയും അവിടെ അത്ഭുതം തീരുന്നില്ല കേട്ടോ. അവർ നമ്മുടെ ധ്യാനം കൂടി, അത് കഴിഞ്ഞ് പ്രാർത്ഥനയായി. അത്ഭുതകരമായ സ്ത്രീയുടെ ക്യാൻസർ സൗഖ്യമായി. അത് കഴിഞ്ഞിട്ട് അവർ നിരന്തര പ്രാർത്ഥന ജീവിതത്തിലേക്കായി. ഇനിയും ഇവരുടെ കുടുംബക്കാരെല്ലാവരും കൂടെ കൂടി ഒത്തുചേർന്നു. ഈ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ സാധാരണ കത്തോലിക്കരുടെ ഇടയിൽ ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇവരെ ഒന്നിച്ചു ചേർന്നു. എന്നിട്ട് തീരുമാനിച്ചു, ഏതായാലും ഇവൻ തകർന്നു പോയതല്ലേ, നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് പൈസ ഉണ്ടാക്കി ഇവന് കൊടുക്കാം. എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ട്. അങ്ങനെ കുടുംബക്കാരും ഒക്കെ എല്ലാവരുടെ സഹോദരങ്ങളൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തു. ബിസിനസ് ചെറുതായിട്ട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ചെറിയ തോതിൽ ബിസിനസ് ആരംഭിച്ചു. ഏതാനും നാളുകൾക്ക് മുമ്പ് ആ വ്യക്തിയായിട്ട് കാണുമ്പോൾ പറയുന്നു, ആ ബിസിനസ്സൊക്കെ വളർന്നു, കുഞ്ഞുങ്ങളൊക്കെ വളർന്നു, എല്ലാം നന്നായിട്ട് പോകുന്നു. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു. ഇവർ ഈ വഴികളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ? ആ കുടുംബം മുഴുവൻ കർത്താവിന് വേണ്ടി പ്രേക്ഷിത വില ചെയ്യാൻ തുടങ്ങി. അനേകർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേകരെ ധ്യാനങ്ങളിലേക്ക്, പ്രാർത്ഥനയിലേക്ക് ആ കുടുംബം നയിക്കാനായിട്ട് തുടങ്ങി. ആ കുടുംബം മുഴുവൻ കർത്താവിൻ്റെതായിട്ട് മാറി. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം പറയുന്നു, പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക, ഇരട്ടി പങ്ക് ഞാൻ മടക്കി തരുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.